ഹലോ ഗേസ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ CSB ലേൺ വിത്ത് മലയാളം. നമുക്കിന്ന് കോപ്പറേറ്റീവ് ലോയിലെ ലെജിസ്ലേഷൻ ഇൻ കേരള എന്ന ടോപ്പിക്കിനെ പറ്റി പഠിക്കാം. നമ്മളിന്ന് കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ ഇൻ കേരള എന്ന ടോപ്പിക്കാണ് പഠിക്കാൻ പോകുന്നത്. കേരളം രൂപീകരിക്കപ്പെടുന്നതിന് മുമ്പ് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വ്യത്യസ്ത സഹകരണ നിയമങ്ങളായിരുന്നു നിലവിലുണ്ടായിരുന്നത്. അതിൽ ഒന്നാമത്തതാണ് കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്. കൊച്ചിൻ പ്രദേശത്ത് സഹകരണ പ്രസ്ഥാനം 1911 ആരംഭിച്ചു. 1913 കൊച്ചിൻ സഹകരണ സംഘം നിയമം പാസാക്കി. ഈ നിയമം കൊച്ചിൻ പ്രവിശ്യയിൽ മാത്രമാണ് ബാധകമായിരുന്നത്. ഈ നിയമം രൂപീകരിച്ചത് ദിവാൻ ശ്രീ AR ബാനർജിയുടെ നേതൃത്വത്തിലായിരുന്നു. ഇവരുടെ മന്ത്ലി പബ്ലിക്കേഷനായിരുന്നു സഹകരണ പ്രബോധിനി. തൃശ്ശൂരിൽ രജിസ്റ്റർ ചെയ്ത എടവനക്കാട് സർവീസ് സഹകരണ സംഘം നമ്പർ 1 സെൻട്രൽ ബാങ്കും ആദ്യ സഹകരണ സംഘങ്ങളായി. ഈ നിയമത്തിൻ്റെ കരട് തയ്യാറാക്കിയത് ശ്രീ രാജഗോപാലാചാരി ആയിരുന്നു. കൊച്ചിയിലെ സഹകരണ സംഘങ്ങൾക്ക് വ്യവസായങ്ങളെക്കാൾ കുടിൽ വ്യവസായങ്ങൾ, അതായത് കോട്ടേജ് ഇൻഡസ്ട്രി, അതിനാണ് ഇവർ കൂടുതൽ പ്രാധാന്യം നൽകിയത്. 1930 കൊച്ചിൻ കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ട് നിലവിൽ വന്നു. അടുത്തത് നമുക്ക് ട്രാവൻകൂർ കോപ്പറേറ്റീവ് സൊസൈറ്റി റെഗുലേഷൻ ആക്ട് അതിനെപ്പറ്റി പഠിക്കാം. തിരുവിതാംകൂർ സഹകരണ സംഘം 1914 പാസാക്കി. ശ്രീമൂലം തിരുനാൾ രാമവർമ്മയുടെ ഭരണകാലത്ത് പാസാക്കിയ ആദ്യ നിയമമായിരുന്നു ഇത്. സി ഗോവിന്ദപിള്ളൈ തിരുവിതാംകൂറിലെ ആദ്യ സഹകരണ രജിസ്ട്രാർ ആയിരുന്നു. ഈ നിയമപ്രകാരം രജിസ്റ്റർ ചെയ്ത ആദ്യ സഹകരണ സ്ഥാപനമാണ് ട്രിവാൻഡ്രം സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക്. അത് 1915. 1943 ട്രിവാൻഡ്രം സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്കിനെ ട്രാവൻകൂർ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് എന്നാക്കി മാറ്റി. 1954 ബാങ്കിൻ്റെ പേര് ട്രാവൻകൂർ കൊച്ചിൻ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്കും എന്നാക്കി മാറ്റി. ഈ നിയമപ്രകാരമുള്ള ആദ്യ താലൂക്ക് ബാങ്ക് നാഗർകോവിലിൽ 1923 ആരംഭിച്ചു. 1925 ട്രാവൻകൂർ കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിതമായി. 1931 ഭൂസ്വത്ത് ജാമ്യ ബാങ്ക് ആരംഭിച്ചു. 1935 നിലവിലെ സഹകരണ നിയമം പുനഃസംഘടിപ്പിക്കാൻ ദേവദാർ കമ്മിറ്റി രൂപീകരിച്ചു. ട്രാവൻകൂർ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് 1/11/1956 മുതൽ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് എന്നാക്കി. ഇപ്പോൾ ഇത് കേരള ബാങ്ക് എന്നും അറിയപ്പെടുന്നു. ഇപ്പോൾ എന്ന് പറയുമ്പോൾ 29/11/2019 മുതൽ. അടുത്തത് നമുക്ക് മദ്രാസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് അതിനെപ്പറ്റി പഠിക്കാം. മലബാർ പ്രദേശത്ത് ഈ നിയമം നടപ്പിലാക്കി. 1969 കേരള സഹകരണ സംഘം നിയമം നിലവിൽ വരുന്നത് വരെ മലബാറിൽ ഈ നിയമം തുടർന്നായിരുന്നു. മലബാറിലെ സഹകരണ സംഘങ്ങൾ പ്രധാനമായും ഉൽപ്പാദകരുടെയും ഉപഭോക്താക്കളുടെയും സംഘങ്ങളായിരുന്നു. പാലക്കാട് ജില്ലയിലെ കൊടുവായൂർ കോപ്പറേറ്റീവ് ബാങ്ക് ആദ്യമായി രജിസ്റ്റർ ചെയ്ത സഹകരണ സംഘമായിരുന്നു. മദ്രാസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1932 മദ്രാസ് ലാൻഡ് മോർട്ടേജ് ബാങ്ക് ആക്ട് 1934 മലബാർ മേഖലയ്ക്ക് ബാധകമായിരുന്നു. മലബാർ ജില്ലയ്ക്കും കാസർഗോഡ് താലൂക്കിനുമായി 1932 ഈ നിയമം പാസാക്കി. ഇവരുടെ പബ്ലിക്കേഷനാണ് പരസ്പര സഹായം. വെരി ഇമ്പോർട്ടൻ്റ് ആണ് പബ്ലിക്കേഷൻ. എല്ലാത്തിൻ്റെയും പബ്ലിക്കേഷൻ വെരി ഇമ്പോർട്ടൻ്റ് ആണ്, അത് പഠിച്ചോണം. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കായി അഫിലിയേറ്റ് ചെയ്ത ആദ്യ കേന്ദ്ര ബാങ്കാണ് മലബാർ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക്. 1917 ഇത് സ്ഥാപിതമായത്. അടുത്തതായി നമുക്ക് ട്രാവൻകൂർ കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റി ആക്ടിനെ പറ്റി പഠിക്കാം. ട്രാവൻകൂർ കൊച്ചി സഹകരണ സംഘ നിയമം 1951 പാസാക്കി. 1952 ജൂൺ 3 ഇത് പ്രാബല്യത്തിൽ വന്നു. ഈ നിയമം നിലവിൽ വന്നതിന് ശേഷം ട്രാവൻകൂർ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് എന്ന പേര് ട്രാവൻകൂർ കൊച്ചിൻ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് എന്നാക്കി 1954 മാറ്റി. 1956 കേരള സംസ്ഥാനം രൂപീകരിക്കപ്പെട്ടപ്പോൾ കേരളത്തിൽ 2 വ്യത്യസ്ത സഹകരണ നിയമങ്ങളാണ് നിലവിലുണ്ടായിരുന്നത്. ഒന്നാമത്തത് ട്രാവൻകൂർ കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റി ആക്ട് 1951 മദ്രാസ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആക്ട് 1932. അതുകൊണ്ട് തന്നെ കേരള സംസ്ഥാനം ഒട്ടാകെ ഒരേ നിയമം വേണമെന്നൊരു ആവശ്യം ഉയർന്നു. ഇതിനായി സർക്കാർ പുതിയ നിയമം കൊണ്ടുവരാൻ നടപടികൾ സ്വീകരിച്ചു. ഒടുവിൽ 1969 മെയ് 15 കേരള സഹകരണ സംഘ നിയമം 1969, അതായത് ആക്ട് 21 പാസാക്കി.